ഹലോ ഫ്രണ്ട്സ്, റോമിയോ അക്ബർ വാൾട്ടർ ജോൺ അബ്രഹാം നായകനായി എത്തിയ പുതിയ ഹിന്ദി പടം. ഈ മാസം 5-ാം തീയതിയാണ് ചിത്രം നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയത്. റിവ്യൂ ഇടാൻ അല്പം ഒന്ന് വൈകി, ക്ഷമിക്കുക. ആവേശകരമായൊരു സ്പൈ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് റോമിയോ അക്ബർ വാൾട്ടർ. 1971 കാലഘട്ടമാണ് ചിത്രത്തിലേത്. ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന പേരിലാണ് അന്ന് ബംഗ്ലാദേശ് എന്ന രാജ്യം അറിയപ്പെടുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിന്റെ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ രൂപീകരണവും ഒക്കെ പശ്ചാത്തലമാക്കി ചില യഥാർത്ഥമായ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഭാവനാത്മകമായി സൃഷ്ടിച്ചിട്ടുള്ള ഒരു കഥയാണ് റോമിയോ അക്ബർ വാൾട്ടർ എന്ന ചിത്രത്തിൻ്റെത്. ഈ ചിത്രത്തിന് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് റോബി ഗ്രേവലാണ്. 1971 കാലഘട്ടത്തിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ പോലെയുള്ള ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളിൽ നിശബ്ദമായി പ്രവർത്തിച്ച് സ്വന്തം ജീവൻ തന്നെ ബലിയാടാക്കേണ്ടി വന്ന ധീരദേശാഭിമാനികൾ നമുക്കുണ്ട്. അവർ ചാരന്മാരായി വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ അത്തരക്കാരെക്കുറിച്ചുള്ള മതിയായ രേഖകൾ പോലും നമ്മുടെ പക്കലില്ല. അത്തരത്തിൽ നിശബ്ദമായി സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികൾക്കുള്ള ഒരു സമർപ്പണം കൂടിയാണ് ഈ സിനിമ. ഇന്ത്യൻ നാഷണൽ ബാങ്കിൽ കാഷ്യറായി ജോലി ചെയ്യുന്ന റോമിയോ എന്ന നന്മകളുള്ള ചെറുപ്പക്കാരൻ, സ്വന്തം അമ്മയും ഒന്നിച്ച് വളരെ സ്വസ്ഥമായി താമസിച്ചു വന്ന അയാളുടെ ജീവിതം ഒരു സുപ്രഭാതത്തിൽ മാറി മറിയുകയാണ്. ഇന്ത്യയുടെ ഫോറിൻ ഇന്റലിജൻസ് ഏജൻസിയായ റോയിലേക്ക് അയാൾ യാദൃച്ഛികമായി റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. അയാളിൽ ഏൽപ്പിക്കപ്പെടുന്നത് ഒരു ഭാരിച്ച ദൗത്യമാണ്. പാക് അധീന കാശ്മീർ നിവാസിയായ അക്ബർ മാലിക്കായി വേഷം മാറി പാകിസ്ഥാനിലെത്തി കറാച്ചിയിൽ ഇന്ത്യക്ക് വേണ്ടി ചാരവൃത്തി ചെയ്യേണ്ടി വരികയാണ് അയാൾക്ക്. അക്ബർ മാലിക് എന്ന റോമിയോയ്ക്ക് തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം കറാച്ചിയിൽ വെച്ച് പൂർത്തിയാക്കാനാകുമോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ തീർച്ചയായും സിനിമ തന്നെ പോയി കാണുക. പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. ജോൺ അബ്രഹാമിൻ്റെയും ജാക്കി ഷറഫിൻ്റെയും ഒക്കെ പെർഫോമൻസുകൾ കൊണ്ടും ശ്രദ്ധേയമാണ്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മേഘ്ന ഗുൽസാർ സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ വളരെ പ്രസിദ്ധമായ സിനിമ, ഹിന്ദി സിനിമയാണ് റാസി. നമുക്കറിയാം, അതും ഒരു സ്പൈ ത്രില്ലർ മൂവിയാണ്. 1971 കാലഘട്ടം, ഇതേ പശ്ചാത്തലം. സ്വന്തം അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ ആർമി ചീഫിന്റെ മകനെ വിവാഹം കഴിച്ച് പാകിസ്ഥാനിലേക്ക് പുത്രവധുവായി എത്തി സ്വന്തം രാജ്യത്തിന് വേണ്ടി ചാരപ്പണി ചെയ്ത ധീരയായ വനിത സെമത് ഖാന്റെ കഥയായിരുന്നു റാസി. ആലിയ ഭട്ട് പ്രധാന വേഷത്തിലെത്തി ശ്രദ്ധേയമായ സിനിമ, ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയായിരുന്നു. റാസിയുമായൊന്നും ഒരു താരതമ്യത്തിന് അർഹമല്ല ഈ സിനിമ. എങ്കിലും ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമ തന്നെയാണ്. ഒരു മനുഷ്യന്റെ തന്നെ 3 ഐഡന്റിറ്റിയാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. റോമിയോ അലി, അക്ബർ മാലിക്, വാൾട്ടർ ഖാൻ. ഇത് 3ഉം ജോൺ അബ്രഹാമാണ്. റോയുടെ ചീഫ് ശ്രീകാന്ത് റായ് ആയി വേഷമിട്ടിരിക്കുന്നത് ജാക്കി ഷ്രഫാണ്. മൗനി റോയാണ് സിനിമയിലെ നായിക. സിഖന്ദർ ഖൈർ ഈ സിനിമയിൽ കേണൽ ഖാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവരെ കൂടാതെ വലിയൊരു താരനിര തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചില പരിമിതികളും ഈ സിനിമയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. രഹസ്യാന്വേഷണമാണ് ഈ സിനിമയുടെ കഥ. എന്നാൽ പല സുപ്രധാനമായ വിവരങ്ങളും പബ്ലിക് പ്ലേസുകളിൽ പ്രധാന കഥാപാത്രങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന രീതിയിലാണ് സിനിമയിലുള്ളത്. ആദ്യവസാനം അത്തരത്തിലുള്ള ചില അസ്വാഭാവിക രംഗങ്ങൾ നമുക്ക് കാണാനുമാകും. ഇതൊരു പരിമിതിയായി തന്നെയാണ് അനുഭവപ്പെടുന്നത്. സിനിമയുടെ മുഖ്യ പരിമിതിയായി ഞാൻ വിലയിരുത്തുന്നത് അവിശ്വസനീയമെന്ന് തോന്നുന്ന സിനിമയുടെ ക്ലൈമാക്സ് തന്നെയാണ്. ഒരു വ്യക്തിക്ക് എത്ര നാൾ കൂറിവിടെയും ചോറ് അവിടെയുമായി ജീവിക്കാനാകും എന്ന പ്രസക്തമായ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാകാതെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇതൊക്കെ എന്തിനായിരുന്നു എന്ന ചോദ്യവും ബാക്കിയാണ്. തപൻ തുഷാർ ബസുവാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. മനോഹരമാണ് ക്യാമറ കാഴ്ചകൾ. സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഹനീഫ് ഷെയ്ഖാണ് ചിത്രത്തിന് പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. സിനിമ ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാവുന്ന നല്ലൊരു സ്പൈ ത്രില്ലർ മൂവിയാണ്. ചിത്രത്തിന് 3.5 ഔട്ട് ഓഫ് 5 ആണ് ഞാൻ നൽകുന്ന റേറ്റിംഗ്. ഈ സിനിമ കളക്ഷനിലൊക്കെ വളരെ മുന്നിലാണെന്നാണ് ഇപ്പോൾ വാർത്തകളൊക്കെ വരുന്നത്. അപ്പോൾ ജോൺ അബ്രഹാം നായകനായി എത്തിയ റോമിയോ അക്ബർ വാൾട്ടർ എന്ന ഈ ചിത്രത്തിന് 3.5 റേറ്റിംഗോടുകൂടി ഞാൻ എൻ്റെ റിവ്യൂ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ റിവ്യൂവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ റേറ്റിംഗ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി, മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.